ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖമല്ലേടാ? നമ്മുടെ വെക്കേഷൻ ടൈമാണ്. നിങ്ങളെല്ലാവരും വെക്കേഷൻ അടിപൊളിയായിട്ട് ആഘോഷിക്കുമായിരിക്കും അല്ലേ? അപ്പോൾ എനിവേ നമ്മൾ ഇനി 8th CBSE കടക്കുവാണ്. 7th CBSE നിന്ന് 8th CBSE കടക്കുക എന്ന് പറയുമ്പോൾ UPന്ന് ഹൈസ്കൂളിലേക്കും കൂടിയാണ് നമ്മൾ കടക്കുന്നത്. UP സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന ആ ഒരു രീതിയും നമുക്ക് കിട്ടിയ മാർക്കും ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ 8th CBSEയും കവർ ചെയ്യാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ അത് അത്ര സക്സസ് ആവാൻ ചാൻസ് ഉണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം 8th CBSE എന്ന് പറയുന്നത് നമ്മുടെ 10th CBSEന്റെ ഒരു ബേസിക് ക്ലാസ് തന്നെയാണ്. നമ്മൾ ഈ CBSE ക്ലാസ്സുകളൊക്കെ തന്നെ ഈ സ്റ്റേറ്റ് സിലബസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ടഫാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് വെൽ പ്ലാൻഡ് ആയിട്ട് ഒരു ട്രെയിനിങ് നമുക്ക് വേണം. അപ്പോൾ അതിനുവേണ്ടിയാണ് സൈലം നിങ്ങൾക്ക് വേണ്ടി ഒരു ഓൺലൈൻ ട്യൂഷൻ ബാച്ചായ നമ്മുടെ യോദ്ധ ബാച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ബാച്ചുകളിൽ ബേസിക് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ കുറേ മക്കൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അവരെല്ലാവരും അടിപൊളിയായിട്ട് നമ്മുടെ ബേസിക് ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ബേസിക് ക്ലാസ് മാത്രം പോരാ, നമ്മുടെ സബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ഇതാ ലൈവ് ആൻഡ് റെക്കോർഡ് സെക്ഷൻസുകൾ ആരംഭിക്കാൻ പോവുകയാണ്. മെയ് 1 മുതൽ നമ്മുടെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ലൈവ് ക്ലാസ്സുകൾ ഇത് ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ ഉറപ്പുവരുത്തുക കേട്ടോ. ഓരോ സബ്ജക്റ്റിൻ്റെയും ലൈവ് ആൻഡ് റെക്കോർഡ് സെക്ഷൻസും മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സെക്ഷൻസും നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ മൊഡ്യൂൾ എക്സാം, അതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ? നമുക്കറിയാം ഓരോ എക്സാമും നമ്മൾ എത്രത്തോളം പഠിച്ചു എന്ന് നമുക്ക് സ്വന്തമായിട്ടൊന്ന് അനലൈസ് ചെയ്യാനുള്ള ഓരോ മാർഗ്ഗങ്ങളാണ്. അപ്പോൾ ഓരോ എക്സാമും നമുക്ക് എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യണം. അതിനുവേണ്ടിയുള്ള യൂണിറ്റ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ മൊഡ്യൂൾ എക്സാംസ് ഒക്കെ നിങ്ങളുടെ ബാച്ചിൽ കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ജനറൽ ആൻഡ് ഇൻഫോർമേറ്റീവ് വീഡിയോസും ഉണ്ടായിരിക്കും. ഇനി പാരൻസിനോടാണെങ്കിൽ നമ്മുടെ മക്കൾ നമ്മുടെ ബാച്ചിൽ എത്രത്തോളം കാര്യങ്ങൾ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ഡ്യൂറേഷനിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അവർ എക്സാം ഒക്കെ എഴുതുന്നുണ്ടോ, അവർക്ക് എത്ര മാർക്കുണ്ട് എന്നൊക്കെ നമ്മുടെ പാരൻസിന് അവരുടെ പാരൻ്റ് ആപ്പിലൂടെയും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സുകളുള്ള നമ്മുടെ യോദ്ധ ബാച്ചിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ ഉറപ്പുവരുത്തുക. തുടക്കം തൊട്ട് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം നമുക്ക് ബാച്ചിൽ കാണാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി താഴെ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ബൈ.